വളരെ രസകരമായ ഒരു വാർത്തയിലേക്കാണ്. പാമ്പിനെ പോക്കറ്റിലിട്ടുകൊണ്ട് ചായ കുടിക്കാൻ അങ്ങാടിയിലേക്ക് എത്തി ഒരു അതിഥി തൊഴിലാളി. മലപ്പുറം അരീക്കോട് ഒതായി അങ്ങാടിയിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അരികിലുണ്ടായിരുന്ന ഒരാൾക്ക് പാമ്പിനെ കാണിച്ചു കൊടുത്തതോടെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. ഇപ്പൊ നിർബന്ധിച്ച് ഇവന്റെ കീശന്ന് എടുക്കാൻ പറയുന്നുണ്ട്. കണ്ടോ, കൊത്തിയതാണ് അവൻ കാണിച്ചു തരുന്നത്. അവന്റെ കയ്യിൽ നിന്ന് 2-3 കൊത്ത് കീശ കൈയിട്ട തന്നെ കൊത്തിയിട്ടുണ്ട്. എവിടുന്ന് ഇതിന് കിട്ടിയത് അറിയില്ല. അല്ലെങ്കിൽ എന്തൊരു സാധനമാണ് സംഭവം. എന്നിട്ടിപ്പോ എടുത്ത് കാണിക്കണ്ടതിനെ ആ സാധനം നോക്കിക്കോട്ടെ. പോക്കറ്റിൽ നിന്നുണ്ടോ 2 കൊത്തിട്ടുണ്ട്, 2-3 കൊത്തന്നെ കൊത്തിയിട്ടുണ്ട്. ഇവ കീശയിലിട്ട് കൊണ്ടുനടക്കാണ്. ഏതോരു ലഹരി, കള്ളോ കഞ്ചാവോ ഏതാന്നുള്ള അറിയില്ല. ഏതായാലും ആ കീശന്ന് എടുക്കണുണ്ടോ, കീശയിൽ കൈയിടുന്നുണ്ട്. ജംഷീർ കൂടുതൽ വിവരങ്ങൾ നൽകും. ജംഷീർ, ഇവിടെ പാമ്പിന്റെ കടിയേറ്റ് ഓരോരുത്തരായി മരണപ്പെടുമ്പോഴാണ് അവിടെ ഒരാൾ പാമ്പിനെ പിടിച്ച് പോക്കറ്റിലിട്ടിരിക്കുന്നത്. ഇയാൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് പോക്കറ്റിലിട്ടതാണോ? ചെറിയൊരു കൈ കാണിച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും ദിവ്യ, അതായത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചായക്കടയിൽ, ഒതായിലെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ ഇയാൾ വരുന്നു. അങ്ങനെ ചായ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നത്. അതിൽ ഒരാൾക്ക് ഇയാൾ പോക്കറ്റിൽ നിന്ന് ഈ പാമ്പിനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ആളുകൾ അറിയുന്നത്. അപ്പോൾ ഇയാൾ കണ്ടതോടുകൂടി മറ്റുള്ളവരോട് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് അതിന് എടുക്കാൻ പറയുന്നത്. ഈ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ഈ പാമ്പ് ഇയാളെ കൊത്തുന്നുമുണ്ട്. ഇതോടുകൂടി കൂടെ ഉണ്ടായിരുന്നവരാകെ പരിഭ്രാന്തരായി. അവര് ഇയാളെ ഈ പാമ്പിനെ കളയാൻ പറഞ്ഞു. പക്ഷേ ഇയാൾ കളയാൻ തയ്യാറാകുന്നില്ല. പിന്നെയും പോക്കറ്റിലേക്ക് ഇടുന്നു. പിന്നീട് ഇയാൾ കൊത്തുകൊണ്ട് വേദന വന്ന സാഹചര്യത്തിലാണ് പിന്നെ ഇതിനെ ഇയാൾ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു കൂടിൽ ഒരു കവറിലാക്കി പാമ്പിനെയും കൊണ്ട് തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആശ്വാസകരെന്ന് പറയുന്നത് ഇത് വിഷപ്പാമ്പല്ല എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് ഈ ആൾ അവിടെ വരുന്നത്. ദിന എന്ന 20 വയസ്സുകാരനാണ്, അതിഥി തൊഴിലാളിയാണ്, അന്യസംസ്ഥാന തൊഴിലാളിയാണ്. പക്ഷേ ഈ പാമ്പ് വിഷമുള്ളതല്ല എന്നുള്ളതാണ്. കാരണം ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അണലിയാണ് എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഈ 3-4 തവണ ഇയാൾക്ക് കൊത്തുകൊള്ളുന്നുണ്ട്. അണലിയൊക്കെ ആണെങ്കിൽ കൊത്തുകൊള്ളുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ കൊത്തുകൊണ്ട സമയത്തൊക്കെ ഇയാൾ കൂളായിട്ട് നിൽക്കുന്നുമുണ്ട്. അങ്ങനെയാണ് പിന്നീട് ഇത് പാമ്പാണെന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം ഒതായിലെ ക്ലിനിക്കിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകുന്നത്. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഇത് വിഷമുള്ള പാമ്പല്ല എന്നുള്ളത് വ്യക്തമാകുന്നത്. ഇന്ത്യൻ സാൻബോ എന്ന ഇനത്തിൽപ്പെട്ട ഇരുതല മണ്ണൂലി എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യൻ മണ്ണൂലി ഇനത്തിൽപ്പെട്ട പാമ്പാണ്. ഇത് വിഷമുള്ളതല്ല, അത് കുത്തിയാലൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ അയാളെ അവിടെ ആശുപത്രിയിൽ എത്തിച്ചു. ഒബ്സർവേഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് സമയം. അതിനുശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പാമ്പിന്റെ വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാമ്പുമായി യുവാവ് എത്തിയത് എന്നതാണ് അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പരിഭ്രാന്തരാക്കിയത്.